വായിച്ച വേദഭാഗം നമുക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ള വേദഭാഗമാണ്. അല്ലെങ്കിൽ നമ്മളെല്ലാം പലകുറി കേൾക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വേദഭാഗമാണ്. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് പത്രോസ് താഴെ നടുവറ്റത്തിരിക്കുമ്പോൾ മഹാപുരോഹിതന്റെ ബാല്യക്കാരത്തികൾ വരുത്തി വന്ന പത്രോസ് തീ കായുന്നത് കണ്ട് അവനെ നോക്കി, നീയും ആ നസ്രയനായ യേശുവിനോട് കൂടി ആയിരുന്നല്ലോ എന്ന് പറഞ്ഞു. പത്രോസ് പറയുകയാണ്, നീ പറയുന്നത് തിരിയുന്നില്ല. നോൽക്കന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ വേദഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്കറിയാം, അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ ഏറ്റവും പ്രധാനിയായിരുന്നു ആര്? പത്രോസ്. അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ ഏറ്റവും പ്രധാനിയായിരുന്നു. അത് മാത്രമല്ല, ആഴമേറിയ വെളിപ്പാടുകൾ ഉള്ള മനുഷ്യനായിരുന്നു ആര്? പത്രോസ്. ആഴമേറിയ വെളിപ്പാടുകൾ തനിക്കുണ്ടായിരുന്നു. ലിലിയ അതൊരു ഉദാഹരണം വേദഭാഗം എടുത്ത് വായിക്കേണ്ടായി ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ കർത്താവിനെ പിൻപറ്റി ഒത്തിരി പേരുണ്ടായിരുന്നു. ഒത്തിരി പേര് അവരൊക്കെ വന്നിട്ട് പല അത്ഭുതങ്ങൾ കണ്ടു, അതിശയങ്ങളൊക്കെ കണ്ടു, ചിലതൊക്കെ പ്രാപിച്ചു, ആഹാരമൊക്കെ കഴിച്ചു, ഇല്ലേ? ദൈവത്തിൽ നിന്ന് ഒത്തിരി നന്മകളൊക്കെ കണ്ടതിന് ശേഷവും അല്ലെങ്കിൽ കർത്താവിന്റെ ഉപദേശം അങ്ങോട്ട് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ, കർത്താവ് തന്റെ വചനത്തെ അങ്ങോട്ട് പ്രസ്താവിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ അവരിൽ ചിലര് പറഞ്ഞു, ഇവന്റെ വാക്ക് വളരെ കഠിനമാണ്, അല്ലേ? ഇവന്റെ വാക്ക് വളരെ കഠിനമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഈ ആഹാരം കഴിച്ചവരും അത്ഭുതം കണ്ടവരും ഒക്കെ പിന്തിരിഞ്ഞു പോയപ്പോൾ അല്ലെങ്കിൽ പത്രോസ് പറഞ്ഞു, അല്ലെങ്കിൽ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, പത്രോസിനോടല്ല ശിഷ്യഗണങ്ങളോട് എല്ലാവരോടും പറഞ്ഞു, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിലും പോകാം. അല്ലെങ്കിൽ അപ്പോൾ പത്രോസ് പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലെങ്കിൽ നിന്നെ വിട്ടിട്ട് ഞങ്ങള് എവിടെ പോകാനാ? കാരണം നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട്. ഹല്ലേലൂയ. നിത്യജീവന്റെ മൊഴികൾ നിന്നിൽ ഉണ്ട് എന്ന ആത്മീക കാഴ്ചപ്പാട് ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്ന ആര്? പത്രോസ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആഴമായ ദൈവിക വെളിപ്പാടുകൾ ആർക്കുണ്ടായിരുന്നു? പത്രോസിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കർത്താവ് ചോദിച്ചു, ജനം എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? ജനം എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? ഹല്ലേലൂയ. അപ്പൊ അവര് പറഞ്ഞു, ചിലര് പറയുന്നു എലിയാ പ്രവാചകനാണ്, ചിലര് പറയുന്നു മരിച്ചുപോയ പ്രവാചകന്മാരിൽ ഒരുവനാണ്. അങ്ങനെ പല അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങയെക്കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? ഹല്ലേലൂയ. അപ്പോൾ പത്രോസ് പറഞ്ഞ വാക്കെന്താ? നീ നിങ്ങൾക്കത് അറിയത്തില്ലേ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറഞ്ഞു, ജഡരക്തങ്ങളല്ല, ഇത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് തന്നെ നിനക്ക് എന്ത് ചെയ്തത്? ഇത് വെളിപ്പെടുത്തി തന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആഴമായ ദൈവിക വെളിപ്പാടുകളുള്ള മനുഷ്യനായിരുന്നു ആര്? പത്രോസ്. ഹല്ലേലൂയ. എന്നാൽ നമ്മളിവിടെ വായിച്ചു കേട്ട വേദഭാഗം ഹല്ലേലൂയ, ഒരു സമയത്ത് അവൻ എന്ത് ചെയ്യുകയാണ്? കർത്താവിനെ തള്ളിപ്പറയുന്ന ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ വായിക്കുവാനായിട്ട് ഇടയായത്. അതിന് ചില കാര്യങ്ങൾ, ചില കാരണങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ആഴമായ ദൈവിക വെളിപ്പാടുകൾ തനിക്കുണ്ടെങ്കിലും ആഴമായ നിലയിൽ ദൈവത്തെ പിൻപറ്റിയവനാണെങ്കിലും ഹല്ലേലൂയ. പത്രോസിന്റെ ജീവിതത്തിൽ നമ്മൾ മുഴുവൻ കാണുന്നത് അങ്ങനെ തന്നെ. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുവാൻ റെഡിയായിരുന്നു, അല്ലേ? ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുവാൻ റെഡിയായിട്ട് നിൽക്കുന്ന വ്യക്തിയായിരുന്നു ആര്? പത്രോസ്. ഹല്ലേലൂയ. ബാല്യക്കാരിൽ ആരോ ഒരാളെ ചോദിച്ചതേ ഉള്ളൂ, ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെ എന്ന് ചോദിച്ച് മാത്രമേ തന്നെ എന്ത് ചെയ്തു? വാളെടുത്ത് വീശി. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ വളരെ തിടുക്കവും വളരെ ഊർജ്ജസ്വലതയും ഹല്ലേലൂയ ഒക്കെയുള്ള വ്യക്തി ആര്? പത്രോസ്. ഹല്ലേലൂയ. എന്നാൽ തന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, നമ്മൾ അതിന്റെ താഴേക്കുള്ള ഭാഗം, നമ്മൾ വായിച്ച വേദഭാഗത്തിന്റെ മുന്നേക്കുള്ള ഭാഗങ്ങളൊക്കെ വായിച്ചാൽ അതിൽ ആദ്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ചില കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഒന്ന് ഹല്ലേലൂയ, അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ഇവരോട് ശിഷ്യഗണങ്ങൾ എല്ലാവരും കൂടിയിരിക്കുമ്പോൾ കർത്താവ് ഒരു ആലോചനയായിട്ട് ഇവരോട് പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യും? എന്നെ വിട്ട് ഓടിപ്പോകും. മനുഷ്യപുത്രൻ അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതാകുന്നു. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യും? എന്നെ വിട്ട് ഓടിപ്പോകുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ഈ വാക്കുകൾ അങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, പത്രോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഹല്ലേലൂയ. അതിന്റെ
14:31 വാക്യം ഒന്ന് വായിക്കാമോ? 14:31 വാക്യം. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു. യേശു ഇവരുടെ അടുക്കൽ നിന്നുകൊണ്ട് ഇവരോട് പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങളെല്ലാവരും ഇടറിപ്പോകും, ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ഞാൻ ഉയർത്തതിന് ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. പത്രോസ് അവരോട് പറയുകയാണ്, എല്ലാവരും ഇടറിയാലും ഞാൻ എന്ത് ചെയ്യുകയില്ല, ഇടറുകയില്ല. ഹല്ലേലൂയ. എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല. കർത്താവ് പറഞ്ഞു എല്ലാവരും എന്ത് ചെയ്യും, ഇടറിപ്പോകും. കർത്താവ് പറയുന്നു, അല്ല, പത്രോസ് പറയുന്നു, ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇടറുകയില്ല. അപ്പൊ കർത്താവ് മറുപടിയായിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, ഇന്ന് ഈ രാത്രിയിൽ കോഴി കൂവുന്നതിന് മുമ്പ് കോഴി 2 വട്ടം കൂവും മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളി പറയുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. അടുത്ത സെന്റൻസ്, അടുത്ത വാക്കിൽ പത്രോസ് പിന്നെയും പറയുകയാണ്, ഹല്ലേലൂയ, അവനോ നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ എന്ത് ചെയ്യുകയില്ല, ഞാൻ നിന്നെ തള്ളി പറയുകയില്ല എന്ന് അധികമായി അവനോട് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ആമേൻ. ആത്മവിശ്വാസം നല്ലതാണ്. പത്രോസിന് സംഭവിച്ചത് അമിതാത്മവിശ്വാസമായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പ്രവചനം നിവൃത്തിയാകണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഞാൻ ഈ പറഞ്ഞ അരുളപ്പാട് എന്ത് ചെയ്യണം, സംഭവിക്കണം. ഇടയനെ വെട്ടും, ആടുകളെല്ലാം എന്ത് ചെയ്യും, ചിതറിപ്പോകും. ഹല്ലേലൂയ. ഇത് കേട്ട പത്രോസ് പറഞ്ഞു, ഹല്ലേലൂയ, ഇവരെല്ലാവരും വിട്ടുപോയാലും ഞാൻ എന്ത് ചെയ്യില്ല, വിട്ടുപോകുകയില്ല. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, ഇന്ന് രാത്രി കോഴി 2 വട്ടം കൂവുന്നതിന് മുമ്പ് നീ 3 വട്ടം എന്ത് ചെയ്യും, എന്നെ തള്ളി പറയും. ഹല്ലേലൂയ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത അവന്റെ ആത്മവിശ്വാസമല്ല, അമിതാത്മവിശ്വാസം. ഹല്ലേലൂയ. അവൻ പറയുകയാണ്, എന്താണ് പറയുന്നത്? ഹല്ലേലൂയ, നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ എന്ത് ചെയ്യില്ല. ഹല്ലേലൂയ. ഗുരുവിന് അല്ലെങ്കിൽ കർത്താവിന് ഇവരെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് അവൻ മുന്നമേ കർത്താവ് എന്ത് ചെയ്യുകയാണ്, കാര്യങ്ങളെ ഗ്രഹിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ഗുരുവിനേക്കാൾ വലിയ ശിഷ്യനായിട്ട് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹം അവൻ ആക്ട് ചെയ്യുന്നത്. ഹല്ലേലൂയ. അദ്ദേഹം പറയുന്നത്, ഹല്ലേലൂയ, ആത്മവിശ്വാസം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം എല്ലാവർക്കും വേണം. അത് നമ്മളുടെ എല്ലാവർക്കും ആവശ്യമാണ്. പക്ഷേ ഈ അമിത ആത്മവിശ്വാസം, ഹല്ലേലൂയ, അതാണ് ആമേൻ പത്രോസിന്റെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അവൻ കർത്താവിനോട് തന്നെ പറയുകയാണ്, ഹല്ലേലൂയ, ആമേൻ, ഞങ്ങൾ എന്ത് ചെയ്യും, ഹല്ലേലൂയ, ഞാൻ നിന്നോട് കൂടി മരിക്കേണ്ടി വന്നാലും എന്ത് ചെയ്യില്ല, തള്ളി പറയുകയില്ല. ഹല്ലേലൂയ. ഇതുപോലെ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ആമേൻ, നമുക്ക് ആമേൻ അവിടെ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു വാക്കുണ്ട്. അവൻ എന്ത് ചെയ്യുന്ന അധികമായി പറഞ്ഞു വന്ന, നോർമൽ അല്ല, കുറച്ച് കയറ്റി എന്ത് ചെയ്തു അങ്ങ് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ഇതുപോലെ തന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പരാജയങ്ങൾക്ക് പിന്നിൽ ഇപ്രകാരമുള്ള അമിത ആത്മവിശ്വാസമുണ്ട്. ഹല്ലേലൂയ. അവൻ പത്രോസ് പറയുന്നു, ഹല്ലേലൂയ, ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, നിന്നെ തള്ളിക്കളയത്തില്ല. ഹല്ലേലൂയ. അവൻ നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഇപ്രകാരമുള്ള, ഹല്ലേലൂയ, ആത്മവിശ്വാസം എല്ലാവർക്കും ആവശ്യമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഇതെല്ലാം അത്യന്താപേക്ഷിതമാണ്. ഹല്ലേലൂയ. അമിത ആത്മവിശ്വാസം, ഹല്ലേലൂയ, അവൻ കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിൽക്കുന്നു എന്ന് തോന്നുന്നവർ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ വലിയ ആളാണ്, അല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ സാധിക്കും, ഹല്ലേലൂയ, എനിക്ക് യാതൊരു വീഴ്ചയും സംഭവിക്കുകയില്ല, ഞാൻ വലിയ ആളാണെന്നുള്ള തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ എന്ത് ചെയ്യണം, അത് മാറ്റിവെക്കുവാനിടയാക്കണം. ദൈവത്തിൽ എന്ത് ചെയ്യണം, ആശ്രയിക്കുവാനായിട്ട് ഇടയാക്കണം. ഹല്ലേലൂയ. നിന്റെ അമിത ആത്മവിശ്വാസം കൊണ്ട് ഒരിക്കലും നിനക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നിൽക്കണമെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിനുള്ള പൂർണ്ണമായ ആശ്രയത്തോടുകൂടി മാത്രമേ എന്ത് കഴിയുള്ളൂ, ദൈവസന്നിധി നിൽക്കുവാനായിട്ട് കഴിയുള്ളൂ. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിന്റെ രണ്ടാമത്തെ പരാജയത്തിന്റെ കാരണം വേഗത്തിൽ ഞാൻ പറയാം. ഹല്ലേലൂയ. കർത്താവ് ഇവരോട് പറയുന്നു, ഹല്ലേലൂയ, നിങ്ങൾ ഉണർന്നിരുന്ന് ചെയ്യണം, പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവൻ ഗത്സമനയിൽ ഇവരെല്ലാവരും ഒരുമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഇവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കർത്താവ് ഇവരെ വിട്ട് ഒത്തിരി ദൂരമൊന്നും പോയില്ല. ഹല്ലേലൂയ. ഒരു കല്ലേർ ദൂരത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്, പോയിരിക്കുന്നത്. അത്രയും ദൂരത്തിലേ ഉള്ളൂ കർത്താവ് ഇവരുമായിട്ടുള്ള ദൂരം.
അല്ലേ? കർത്താവിനോടുള്ള ദൂരം കുറച്ച് ഡിസ്റ്റൻസില്ല. അല്ലേലിയ. കർത്താവ് അവിടെ ഇരുന്ന് അല്ലെങ്കിൽ തന്റെ മനം തകർന്നെന്ത് ചെയ്യുകയാണ്? അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പിതാവിനോട്. അല്ലേലിയ. ഈ പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പ് അവൻ ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അല്ലേലിയ. കർത്താവിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം ഒരുപക്ഷെ ഇവർ കേൾക്കുന്നുണ്ടാകാം, താൻ അനുഭവിക്കുന്ന മനോവേദന ഒരുപക്ഷെ ഇവർ അറിയുന്നുണ്ടാകാം. അല്ലേലിയ. എന്നാൽ ഇതൊന്നും അവർക്ക് എന്തല്ല, ഒരു വിഷയമല്ല. അവർക്ക് വിഷയം എന്താ? അവരുടെ കണ്ണിന്റെ ഭാരം, അവരുടെ ശരീരത്തിന്റെ ക്ഷീണം, അവരുടെ അല്ലേലിയ അവരുടേതായ കാര്യങ്ങൾ അവരെന്ത് ചെയ്യുന്നത്? കാണുവാനായിട്ട് ഇടയായി തീർന്നത്. കർത്താവ് പറഞ്ഞ വാക്കിനെ എന്ത് ചെയ്തില്ല? അവർ ചെവിക്കൊണ്ടില്ല. അല്ലേലിയ. അവൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞവർ എന്ത് ചെയ്യുക? സുഖമായി ഉറങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. അല്ലേലിയ. ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, അല്ലേലിയ, അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ആര് താല്പര്യം കാണിക്കുന്നുവോ അവൻ ഒരിക്കലും ദൈവസന്നിധി വിട്ട് ഓടിപ്പോകേണ്ടെന്ന് വരികയില്ല. അല്ലേലിയ. ആർ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ അല്ലേലിയ താല്പര്യപ്പെടുന്നുവോ, ആർ ദൈവമുമ്പാകെ പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നുവോ, ഒരു നാളും അവൻ എന്ത് ചെയ്യില്ല? ദൈവസന്നിധി വിട്ട് ഓടിപ്പോകേണ്ടെന്ന് വരികയില്ല. അല്ലേലിയ. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. അല്ലേലിയ. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അല്ലേലിയ. ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, അല്ലേലിയ, പിശാചായവൻ നമ്മളെ തകർക്കുവാനും തളർത്തുവാനും പല നിലകളിൽ അല്ലേലിയ നമുക്ക് നേരെ പലവിധമായ പ്രതികൂലങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ചിന്തിക്കണമേ, നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ നിനക്കെതിരെ വരുന്ന സകല പോരുകളും, നിനക്കെതിരെ വരുന്ന സകല പ്രതികൂലങ്ങളും, നിനക്കെതിരെ വരുന്ന സകല കഷ്ടങ്ങളും മാറിപ്പോകുവാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ അമിത ആത്മവിശ്വാസമായി എന്ത് ചെയ്യുന്നത്? നിന്റെ പ്രാർത്ഥനയിൽ മടിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അമിത ആത്മവിശ്വാസം, ഹല്ലേലൂയ, അതുണ്ടായിരുന്നത് കൊണ്ടാണ് ഹല്ലേലൂയ ഞങ്ങൾ എന്ത് ചെയ്യുകയില്ല, ഒരു നാളും തെറ്റിപ്പോകുകയില്ല. ഹല്ലേലൂയ. പിന്നെ പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. അങ്ങനെയുണ്ട്. ഹല്ലേലൂയ. എല്ലാം തികഞ്ഞു. ഹല്ലേലൂയ. ഞങ്ങളെല്ലാം വളരെ പെർഫെക്റ്റ് ആണ്. ഹല്ലേലൂയ. എനിക്കെന്താ കുഴപ്പം? നമ്മുടെയൊക്കെ മനസ്സിലെ ചിന്താഗതികളാണ്. ഹല്ലേലൂയ. ഇതുപോലെ തന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ഈ ചിന്തയും ഈ ചിന്താഗതികളെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി ദൈവസന്നിധിയിൽ താഴുവാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ നിൽക്കുന്നത് അങ്ങയുടെ കൃപയൊന്നു മാത്രമാണ്. ഹല്ലേലൂയ. ഞാൻ ആയിരിക്കുന്നത് അങ്ങയുടെ കൃപയൊന്നു മാത്രമാണ്. ഹല്ലേലൂയ. അങ്ങയുടെ കരുണയൊന്നു മാത്രമാണ് ഞാൻ ഇന്ന് പകൽക്കാലം ഇവിടെ നിൽക്കുന്നതെന്ന് ആ ഒരു ഉത്തമ ബോധ്യം എന്ത് ചെയ്യണം? നമ്മളെ മുന്നോട്ട് നയിക്കുവാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, കർത്താവിനെ അവർ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഹല്ലേലൂയ, ഇവരെല്ലാവരും എന്ത് ചെയ്യുക? ദൂരം വിട്ട് അവനെ എന്ത് ചെയ്യുന്നത്? അനുഗമിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നമ്മുടെ ഇനിയുള്ള ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഹല്ലേലൂയ കഷ്ടതകൾ നിറഞ്ഞതായിരിക്കാം, പ്രതികൂലങ്ങൾ നിറഞ്ഞതായിരിക്കാം. ഹല്ലേലൂയ. ഭരണാധികാരികൾ നമുക്കെതിരായിരിക്കാം, നിയമങ്ങൾ നമുക്കെതിരായിരിക്കാം. ഹല്ലേലൂയ. കഷ്ടതകളും പീഡനങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഒരു പക്ഷെങ്കിൽ അത് അനുഭവിക്കേണ്ടുന്ന സാഹചര്യമായിരിക്കാം ഒരു പക്ഷെങ്കിൽ നമ്മുടെ മുമ്പിൽ കടന്നു വരുവാനുള്ളത്. ഹല്ലേലൂയ. ആ സമയത്ത് കർത്താവിനെ വിട്ട് ദൂരെ നിൽക്കുവാനല്ല, കർത്താവിനോട് ചേർന്ന് നടക്കുവാനാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധി വരട്ടെ, ഏത് പ്രതികൂലം വരട്ടെ, ഏത് കഷ്ടത വരട്ടെ, ഹല്ലേലൂയ, അതിന്റെ നടുവിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നീ മനസ്സ് കാണിച്ചാൽ ദൈവം നിനക്ക് വേണ്ടി എന്ത് ചെയ്യും? അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അവന്റെ പരാജയത്തിന് മറ്റൊരു കാരണം അത് തന്നെയായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തെ എന്ത് ചെയ്തു? ഹല്ലേലൂയ. വിട്ട് ഓടുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. യേശുവിനെ വിട്ട് എന്ത് ചെയ്തു? ഓടിപ്പോകുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പടയാളികളും അല്ലെങ്കിൽ മഹാപുരോഹിതന്മാരും എല്ലാവരും വന്ന് എന്ത് ചെയ്യുക? ഇവന്റെ മേൽ കൈവച്ച് ഇവനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, കൂടെ ഉണ്ടായിരുന്നവരെല്ലാം എന്ത് ചെയ്തു? ഓടി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ, ഇല്ലായ്മയുടെ നടുവിൽ ഹല്ലേലൂയ നീ ഓടിപ്പോകുന്നവനായിട്ടല്ല, ധൈര്യത്തോടെ നിൽക്കുന്നവനാണെങ്കിൽ മാത്രമേ അന്ത്യത്തോളം നിനക്ക് വിശ്വസ്തയോടെ ദൈവസന്നിധി നിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് മാത്രമല്ല, അടുത്തത് ഹല്ലേലൂയ, ഇവൻ ചെന്നിരിക്കുന്നത് എവിടെയാ? ഒരു സ്ഥലത്ത് തീ കായുവാനായിട്ട് ചെന്നിരിക്കുക. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ ആരും യേശുവിനെ പുകഴ്ത്തുന്നവരോ യേശുവിനെ പിൻപറ്റുന്നവരോ അല്ല. ഹല്ലേലൂയ. അവരൊക്കെ യേശുവിനെ എന്ത് ചെയ്യുന്നവരാ? പരിഹസിക്കുന്നവരാ. ഹല്ലേലൂയ. അവരൊക്കെ യേശുവിനെ പരിഹസിക്കുന്നവരാണ്. ഹല്ലേലൂയ. യേശുവിനെ കൊല്ലണമെന്ന് വിചാരിക്കുന്നവരാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരുടെ നടുവിൽ അവൻ എന്ത് ചെയ്യുന്നത്?
തീ കായുവാൻ പോയിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരുടെ നടുവിലാണ് എന്ത് ചെയ്യുന്നത്? ഇവൻ പോയി ഇരുന്ന് ഹല്ലേലൂയ സുഖത്തോടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പോയിക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ഒരു ദൈവ പൈതലിന് ഇരിക്കേണ്ടുന്ന ഇടമുണ്ട്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന് പോകേണ്ടുന്ന ഇടമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് ഹിതമല്ലാത്ത ഒരിടത്ത് നീ എന്ത് ചെയ്യരുത്? പോകരുത്. ഹല്ലേലൂയ. അവൻ പോയത് ഒരു പക്ഷേങ്കിൽ അവന്റെ ശരീരത്തില് അല്ലെങ്കിൽ ഇച്ചിരി അവൻ ചൂട് കായുവാൻ വേണ്ടി ആയിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, നീ ഇരിക്കേണ്ടതും നീ പോകേണ്ടതുമായ ഇടമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് ഹിതമല്ലാത്തത് നീ എന്ത് ചെയ്യരുത്? പോകരുത്. അവിടെ പോയി ഇരിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നത് അങ്ങനെ. അവൻ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നീ എന്ത് ചെയ്യരുത്? നടക്കരുത്. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നീ എന്ത് ചെയ്യരുത്? പോയി ഇരിക്കരുത്. അവിടെ പോയി ഇരുന്നാൽ നിനക്ക് അടിമരക്ഷകനെ എന്ത് ചെയ്യും? തള്ളിപ്പറയേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. അവിടെ നിന്നുകൊണ്ട് ഒരു ബാല്യക്കാരത്തി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹല്ലേലൂയ. നീയും അവനിൽ ഒരുത്തനല്ലേ? ഹല്ലേലൂയ. ഈ ചോദ്യത്തിന് മുമ്പിൽ എന്ത് ചെയ്യുക? അവൻ പതറിപ്പോയി. ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്തു? നിലവിളിച്ചു. ഹല്ലേലൂയ. അയ്യോ, എനിക്ക് അങ്ങനെ ഒരുത്തനെ അറിയത്തുപോലുമില്ല. ഹല്ലേലൂയ. അതിനു മുമ്പ് ധീരതയോട് നിന്നുകൊണ്ട് പറഞ്ഞതാ, ആരെല്ലാം തെറ്റിപ്പോയാലും ഞാൻ എന്ത് ചെയ്യുകയില്ല, ഒരു നാളും തെറ്റിപ്പോകുകയില്ല എന്ന് അമിതാത്മവിശ്വാസം പ്രകടിപ്പിച്ച പത്രോസ് നിസാരമായ ഒരു ബാല്യക്കാരിയുടെ മുമ്പിൽ എന്ത് ചെയ്യുക? ഹല്ലേലൂയ. ഒരു പട്ടണക്കാരുടെ മുമ്പിലല്ല, അല്ലെങ്കിൽ ഭരണാധികാരിയുടെ മുമ്പിലല്ല, ഒരു നിസാര ബാല്യക്കാരിയുടെ മുമ്പിൽ എന്ത് ചെയ്തു? യേശുവിനെ തള്ളിപ്പറയുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, അമിത ആത്മവിശ്വാസം കൊണ്ടോ ഹല്ലേലൂയ അമിതമായ പ്രകടനം കൊണ്ടോ ഒരിക്കലും നയിക്കുവാൻ കഴിയുന്നതല്ല നിന്റെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അത് ദൈവസന്നിധി നീ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവത്തോട് ചേർന്ന് നടന്നാൽ, പ്രാർത്ഥനയിൽ നീ ഉറ്റിരുന്നാൽ, ഹല്ലേലൂയ, ദൈവത്തോട് ചേർന്ന് നടന്നുകൊണ്ട് ഹല്ലേലൂയ നീ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഹല്ലേലൂയ ദൈവം നിന്നെ വാസ്തവമായി അനുഗ്രഹിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. നീ ഇരിക്കേണ്ടിടത്ത് ഇരിക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. അനാവശ്യമായ ഇടങ്ങളിൽ എന്ത് ചെയ്യരുത്? നിന്നെ കാണുവാനിടയാകരുത്. ഹല്ലേലൂയ. എവിടെ ദൈവ സാന്നിധ്യമുണ്ടോ അവിടെ നീ ഉണ്ടാകണം. ഹല്ലേലൂയ. എവിടെ ദൈവ സാന്നിധ്യം ഇല്ല അവിടെ നീ എന്ത് ചെയ്യരുത്? പോകരുത്. ഹല്ലേലൂയ. ദൈവത്തെ പരിഹസിക്കുന്നവർ, ദൈവത്തെ നിന്ദിക്കുന്നവർ, ഹല്ലേലൂയ, അങ്ങനെയുള്ള ഇടങ്ങളിൽ നിനക്ക് ഇരിപ്പിടം ഉണ്ടാകുവാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നീയും എന്ത് ചെയ്യും? ദൈവത്തെ തള്ളിപ്പറയുവാനിടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധി ശോധന ചെയ്യാം. ഹല്ലേലൂയ. ആത്മവിശ്വാസത്തോടെ ഹല്ലേലൂയ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവിക വെളിപ്പാടുകൾ പ്രാപിച്ച പത്രോസ് ധൈര്യത്തോടെ പറഞ്ഞു, ആരെല്ലാം തള്ളിക്കളഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യില്ല? തള്ളിക്കളയുകയില്ല. എന്നാൽ ജീവിതത്തിന്റെ ഹല്ലേലൂയ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ അവന്റെ മനസ്സെന്ത് ചെയ്തു? തളർന്നു പോകുവാനിടയായി തീർന്നു. അരിമരക്ഷകൻ എന്ത് ചെയ്തു? പബ്ലിക്കായി തള്ളിപ്പറയാനിടയായി തീർന്നു. എന്നാൽ ഹല്ലേലൂയ അവൻ ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെട്ടു. ഹല്ലേലൂയ. അവന് മനസ്സിലായി അവൻ ചെയ്തത് തെറ്റായി പോയി. ഹല്ലേലൂയ. ഞാൻ തള്ളിപ്പറഞ്ഞത് എന്റെ രക്ഷകനെയാ, ഞാൻ തള്ളിപ്പറഞ്ഞത് എന്റെ ഗുരുവിനെയാ എന്നുള്ള ബോധ്യം അവന് വന്നതുകൊണ്ട് അവൻ എന്ത് ചെയ്യുക? പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞ് ദൈവസന്നിധിയിൽ അവൻ ഏറ്റുപറഞ്ഞു. അവൻ മടങ്ങി വന്നു. ദൈവം അവനെ വീണ്ടും എന്ത് ചെയ്തു? ശുശ്രൂഷകൾ ഏൽപ്പിക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവസന്നിധിയിൽ നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഹല്ലേലൂയ. ഒരിക്കലും വീഴാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കുവാനിടയായി തീരണം. നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരുന്ന് ഹല്ലേലൂയ അല്പനേരത്തെ രസത്തിന് വേണ്ടി ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ അവർ പറയുന്നതിന് ഒപ്പം തലകുലുക്കുമ്പോൾ നീ ചിന്തിക്കണം, ഹല്ലേലൂയ നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഓർത്ത് ദുഃഖിക്കുകയാണ്. ഒരിക്കൽ ഹല്ലേലൂയ നീയും ദൈവത്തെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് പോകാതെ ഇരിക്കാൻ നീ നിന്നെ തന്നെ എന്ത് ചെയ്യണം? സൂക്ഷിക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. ഇതൊരു ദൃഷ്ടാന്തമായി ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവമുമ്പാകെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ച പരാജയം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഭവിക്കാതിരിക്കുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ മുറ്റുമായി സമർപ്പിച്ചു കൊടുക്കുക. അമിത ആത്മവിശ്വാസമല്ല, ദൈവത്തിലുള്ള ആശ്രയമാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. ഹല്ലേലൂയ. നമ്മുടെ കോൺഫിഡൻസ് അല്ല, ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഹല്ലേലൂയ. കർത്താവേ എന്നെയോട് നിർത്തണമേ, അന്ത്യത്തോളം വിശ്വസ്തയോടെ വീഴാതെ വണ്ണം താഴാതെ വണ്ണം ഹല്ലേലൂയ താഴടിയാകാതെ വണ്ണം എന്നെയും കൊണ്ട് നിർത്തണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് ഇടയായി തീരേണ്ടത്. അങ്ങനെയെങ്കിൽ അങ്ങനെ ആര് പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. യേശുവിനെ വിട്ട് ഓടിപ്പോകുന്നവരായിട്ടല്ല, ഏതെല്ലാം പ്രതിസന്ധി വന്നാല് യേശുവിനോട് ചേർന്ന് നടക്കുന്നവരായിട്ട് ഹല്ലേലൂയ
ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായി, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരായി, ദൈവത്തിന് പ്രയോജനമുള്ളവരായി നിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.